ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൈത്തൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഇന്ന് ഈ ട്യൂട്ടോറിയൽ മുതൽ നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മൾ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ട്യൂട്ടോറിയൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് വേരിയബിൾസ് എന്നാൽ എന്താണെന്നാണ്. വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെമ്മറി ലൊക്കേഷനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി വേരിയബിളിൻ്റെ സിൻടാക്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേരിയബിളിന് ഒരു നെയിം കാണും, അതേപോലെ തന്നെ അതിനൊരു അസൈൻമെൻറ്റ് ഓപ്പറേഷൻ കാണും, അതിനൊരു വാല്യൂ കാണും. ഇപ്പം ഞാനിവിടെ മെസ്സേജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വാല്യൂ ആയിട്ട് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ഇതിലേക്ക് അസൈൻ ചെയ്തു. എന്നിട്ട് ഈ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിളിനെ പ്രിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആവുക. മെസ്സേജ് എന്ന് പറയുന്ന ഒരു നമ്മളുടെ മെയിൻ മെമ്മറിയിലെ ഒരു ലൊക്കേഷനാണ്. ആ ഒരു ലൊക്കേഷന് നമ്മളൊരു നെയിം കൊടുത്തു മെസ്സേജിന്. അതിനകത്തേക്ക് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്തു, ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു. ഇപ്പോൾ വേരിയബിളായിട്ട് ഇപ്പോൾ ഞാനിവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിങ് ആണ്, ഒരു ഇംഗ്ലീഷിലെ ക്യാരക്ടേഴ്സ് ആണ് ഞാനിവിടെ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേരിയബിളിലേക്ക് ഏത് ടൈപ്പിലുള്ള ഡേറ്റ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് നമുക്ക് ആ നമ്പർ അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 5 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ആൻഡ് നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത് കാണും. ഇപ്പം വേരിയബിൾ എന്ന് പറയുന്നത് അതിൻ്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് വേരിയബിൾ എന്ന് പറയുന്ന ഒരു ടെമ്പററി മെമ്മറി ലൊക്കേഷനാണ്. അതായത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അത് ആക്റ്റീവ് ആയിരിക്കും. അതിനുശേഷം പ്രോഗ്രാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഈ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എല്ലാം ഇറേസ് ആയി പോകുന്നതായിരിക്കും. ഇപ്പം മെസ്സേജ് എന്ന് പറയുന്ന ഈ വേരിയബിളിൽ ഞാൻ ഹലോ വേൾഡ് എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. അതിനുശേഷം ഇവിടെ ഞാൻ മെസ്സേജ് എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത് കാണാം. അതിനുശേഷം ഈ മെസ്സേജ് എന്ന് പറയുന്ന സെയിം വേരിയബിൾ തന്നെ ഞാൻ ഹായ് എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. അപ്പോൾ ഈ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിൾ നേരത്തെ സ്റ്റോർ ചെയ്തിരുന്ന ഹലോ വേൾഡ് എന്ന് പറയുന്ന വാല്യൂ ഓവർ റൈറ്റ് ആയി ഈ ഹായ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഇതിനകത്തേക്ക് അസൈൻ ആവുക. അപ്പോൾ ഇനി മെസ്സേജ് എന്ന് പറയുന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹായ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ആവുക. അതായത് വേരിയബിളിലെ വാല്യൂ നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്യാം, അതേപോലെ തന്നെ ആ വാല്യൂ നമുക്ക് ഓവർ റൈറ്റ് ചെയ്ത് വേറൊരു വാല്യൂ ആ സെയിം വേരിയബിളിൽ നമുക്ക് അസൈൻ ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിന് നമ്മളൊരു വേരിയബിളിനെ അസൈൻ ചെയ്യാൻ നേരത്തെ ഇതിന് മെയിനായിട്ടും 2 പാർട്ടായിരുന്നു ഉണ്ടാവുക. ഒന്ന് വേരിയബിൾ ഡിക്ലറേഷനും പിന്നെ ഒന്ന് വേരിയബിൾ അസൈൻമെൻറ്റ്. വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ നമ്പർ ഈക്വൽ ടു 5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്തു. അതായത് അതൊരു 5 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിളാണ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. അതായത് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ഏത് ടൈപ്പ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെക്കാം. അതിനെയാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുക. ഇപ്പം ഞാൻ ഇൻറ്റ് എക്സ് എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് ഇൻറ്റീജർ ടൈപ്പിലുള്ള ഡേറ്റ മാത്രമായിരിക്കും സ്റ്റോർ ചെയ്യാൻ സാധിക്കുക. ഇനി ഞാൻ ഈ എക്സിലേക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ നോക്കിയാൽ അത് എറർ അടിക്കും. കാരണം നമ്മൾ ആദ്യം തന്നെ ഇൻറ്റീജർ എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന ഈ വേരിയബിളിന് ഇൻ്റെ ടൈപ്പായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് വേരിയബിൾ അസൈൻമെൻറ്റ്. അതായത് എക്സ് ഈക്വൽ ടു 27 എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ പാർട്ടാണ് വേരിയബിൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ വേരിയബിളിലേക്ക് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുക. അതായത് 27 എന്ന് പറയുന്ന വാല്യൂ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ് വേരിയബിൾ അസൈൻമെൻറ്റ് എന്ന് പറയുക. ഇനി പൈത്തൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതായത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ വേരിയബിളിനെ സ്ട്രിങ് ആയിട്ട് നേരത്തെ ഡിക്ലെയർ ചെയ്യായിരുന്നു. അതായത് സ്ട്രിങ് മെസ്സേജ് ഈക്വൽ ടു സ്ട്രിങ് മെസ്സേജ് എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്തതിന് ശേഷം എനിക്ക് അതിനകത്തേക്ക് വാല്യൂ അസൈൻ ചെയ്യാമായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ ശ്രമിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് പൈത്തണിൽ എറർ അടിക്കുന്നത് കാണാം. അതായത് ഈ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെടുത്താണ്, അതായത് CPP, ജാവ അതേപോലുള്ള മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ ആ വാല്യൂവിനെ ഡിക്ലെയർ ചെയ്തിരിക്കണം. അതായത്
ഇൻറ്റീജർ എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. പക്ഷേ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ച് അതിൻ്റെ നമ്മൾ നേരത്തെ ഈ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എറർ ആയിരിക്കും ഉണ്ടാവുക. അതായത് വേരിയബിളിനെ നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂവിനനുസരിച്ച് ഈ വേരിയബിളിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യം ഈ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഒരു സ്ട്രിങ് ആയിട്ടുള്ള ഹലോ വേർഡ് എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്തു. അതിനുശേഷം മെസ്സേജ് എന്ന് പറഞ്ഞ സെയിം വേരിയബിളിലേക്ക് തന്നെ നമ്മളൊരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ആയത്. ഇതിനകത്തേക്ക് ഏത് ടൈപ്പിലുള്ള ഡേറ്റ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഈ വേരിയബിളിൽ 3 പാർട്ടാണ്. പൈത്തൺ ലാംഗ്വേജിൽ ഇത്രയാണ് വേരിയബിൾ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സിൻടാക്സ്. ഇത് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് CA, ജാവ അതേപോലുള്ള മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിൻടാക്സ് ആണിത്. വേരിയബിൾ ഡിക്ലറേഷൻ, വേരിയബിൾ അസൈൻമെൻറ്റ്. നമ്മൾ പൈത്തണിൽ 3 വേരിയബിളിനെ അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ 3 പാർട്ടാണുള്ളത്. ഒന്ന് വേരിയബിളിൻ്റെ നെയിം. ഈ വേരിയബിളിൻ്റെ നെയിമിനെ നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് പറയും. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ, ഇവിടെ നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈക്വൽ ടു സിമ്പിളാണ് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ വാല്യൂ. പൈത്തൺ സിൻടാക്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, സാധാരണ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സെമിക്കോളൻ വെച്ചിട്ടാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുക. പക്ഷേ നമ്മൾ പൈത്തണിൽ സെമിക്കോളൻ യൂസ് ചെയ്യുന്നില്ല. അതായത് ഇൻറ്റ് നം ഈക്വൽ ടു 5 എന്ന് പറയുന്ന വാല്യൂ ആണ് ഞാൻ ഇവിടെ അസൈൻ ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ സെമിക്കോളൻ യൂസ് ചെയ്യാം, അത് എററൊന്നും കാണിക്കത്തില്ല. ബട്ട് സെമിക്കോളൻ ഇട്ടില്ല എങ്കിലും ഈ സ്റ്റേറ്റ്മെൻറ്റ് എൻഡായി എന്നാണ് കാണിക്കുക. അതായത് ഒരു ലൈനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എഴുതാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഒരു ലൈനിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ എഴുതി വെക്കാം. പക്ഷേ പൈത്തണിൽ ഒരു ലൈനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എഴുതാൻ സാധിക്കത്തുള്ളൂ.